ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കോർട്ട് എത്രയും വേഗം വിളിച്ചു ചേർക്കണമെന്ന് കോർട്ടംഗം കൂടിയായ രാജ്യസഭാ അംഗം ടി.എൻ. സീമ ഇന്ത്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. രോഹിത് വെമുല വിഷയം ചർച്ച ചെയ്യാൻ കോർട്ട് വിളിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ താൻ പദവി രാജിവെക്കുമെന്ന് പീപ്പിളിന് അനുവദിച്ച അഭിമുഖത്തിൽ ടി.എൻ. സീമ വ്യക്തമാക്കി. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കോർട്ട് എത്രയും വേഗം വിളിച്ചു ചേർക്കണമെന്നാണ് കോർട്ടംഗം കൂടിയായ രാജ്യസഭാ അംഗം ടി.എൻ. സീമ ഇന്ത്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം സർവകലാശാലയുടെ ഉന്നത യോഗം ചേർന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ താൻ പദവി രാജിവെക്കുമെന്ന് ടി.എൻ. സീമ കൈരളി പീപ്പിൾ ടിവിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടും അതുപോലെ തന്നെ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള വൈസ് പ്രസിഡന്റിനോടും ഞാൻ ഇന്ന് കത്ത് മുഖേന അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ കോർട്ട് എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്തിട്ട് എന്താണ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ നടപടികൾ, അതിൻ്റെ തീരുമാനങ്ങൾ, എല്ലാ കാര്യങ്ങളും പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് യൂണിവേഴ്സിറ്റി വരുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ ഈ സ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ഞാൻ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെയും അറിയിക്കാനുണ്ടായിട്ടുള്ളത്. രോഹിത് വെമുല വിഷയം ചൂണ്ടിക്കാട്ടി ടി.എൻ. സീമ സർവകലാശാലയുടെ വിസിറ്റർ കൂടിയായ രാഷ്ട്രപതി പ്രണാബ് മുഖർജിക്കും ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിക്കും കത്ത് നൽകി. ഏറെ അഭിമാനത്തോടെയാണ് താൻ രാജ്യത്തെ പ്രമുഖ സർവകലാശാലയുടെ ഭാഗമായതെന്നും ടി.എൻ. സീമ പറഞ്ഞു. എന്നാൽ രോഹിത് വെമുലയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സംഭവത്തിൽ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനി അടക്കം വഹിച്ച പങ്ക് ഞെട്ടിക്കുന്നതാണെന്ന് ടി.എൻ. സീമ പറഞ്ഞു. ABVPയുടെയും കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയയുടെയും ഇടപെടലിനെ തുടർന്നാണ് ദളിത് വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. രാജ്യമെമ്പാടും പടർന്നു പിടിക്കുന്ന അസഹിഷ്ണുതയുടെ തെളിവാണ് ഈ സംഭവമെന്നും ടി.എൻ. സീമ ചൂണ്ടിക്കാട്ടി. എസ്. ജീവൻകുമാർ, തിരുവനന്തപുരം.